ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടിയിൽ കയറി സ്കീയിംഗ് നടത്തുന്ന ആദ്യ വ്യക്തിയായി പോളിഷ് സാഹസിക സ്കീയർ ചരിത്രം സൃഷ്ടിച്ചു. 8849 മീറ്റർ അഥവാ 29,032 അടി ഉയരമുള്ള ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ എവറസ്റ്റ് കീഴടക്കുവാനുള്ള ആൻഡ്രസ് ബാർഗിയലിന്റെ മൂന്നാമത്തെ ശ്രമമായിരുന്നു വിജയം കണ്ടത്. ഇതിനു മുമ്പ് 2019-ലും 2022-ലും ആൻഡ്രസ് ബാർഗിയൽ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അപകടകരമായ സാഹചര്യങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കുക എന്നത് വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നുവെന്ന് ബാർഗിയൽ പറഞ്ഞു. ഹിമാലയൻ ഡാറ്റാബേസ് അനുസരിച്ച് 6000-ലധികം ആളുകൾ കൊടുമുടിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഏകദേശം 200 പേര് മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. കുറച്ചാളുകൾ താഴേക്ക് സ്കീ ചെയ്തു. എന്നാൽ സപ്ലിമെന്ററി ഓക്സിജൻ ഇല്ലാതെ തുടർച്ചയായി ആരും താഴേക്ക് സ്കീ ചെയ്തിട്ടില്ല. മരണമേഖല എന്നറിയപ്പെടുന്ന ഓക്സിജന്റെ അളവ് അപകടകരമാംവിധം കുറവായ 8000 മീറ്ററിന് മുകളിലുള്ള ഈ പ്രദേശം കീഴടക്കുവാൻ ബാർഗിയൽ 16 മണിക്കൂറാണെടുത്തത്. പർവ്വതത്തിന്റെ മുകളിൽ വായു വളരെ നേർത്തതായതിനാൽ സമുദ്രനിരപ്പിൽ നിന്ന് ലഭ്യമായ ഓക്സിജന്റെ 1/3 മാത്രമേ പർവ്വതാരോഹകർക്ക് ലഭിക്കൂ. ഇത് തലച്ചോറിന് കേടുപാടുകൾ വരുത്തുന്നതിനും ശ്വാസകോശത്തിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നതിനും മരണത്തിന് പോലും കാരണമാകാവുന്നതുമാണ്. അപകടകരമായ ഈ മേഖല താണ്ടുവാൻ ഡ്രോണിന്റെ സഹായവും ബാർഗിയൽ ഉപയോഗിച്ചിരുന്നു.